ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടി ഉണ്ടാവണം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ ദളപതി വിജയുടെ ഗില്ലി 20 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തു. അത് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടി, നല്ല രീതിയിൽ വീണ്ടും ആക്സെപ്റ്റൻസ് കിട്ടി. പടം ഓൾമോസ്റ്റ് 30 കോടി രൂപയോളം കളക്ഷൻ വന്നു. നല്ല രീതിയിൽ സക്സസ് ആയി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ റിലീസ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഗില്ലി റിലീസായി നിൽക്കുന്ന സമയത്ത് തന്നെ അജിത്തിന്റെ സിനിമ റിലീസ് ചെയ്തു, കുറെ സ്ഥലത്ത് മങ്കാത്ത് ചെയ്തു, കുറെ സ്ഥലങ്ങളിൽ ദീന ചെയ്തു. അപ്പോൾ റിലീസ് സിനിമകൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് റിലീസ് ചെയ്യാൻ വേറെ സിനിമകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. അതായത് നമ്മുടെ ദളപതി വിജയുടെ ബർത്ത്ഡേ ആണ് ജൂൺ 23 എന്ന് പറയുന്ന ഡേറ്റിന്. ഈ ഡേറ്റിന് ഇപ്പോൾ ദളപതിയുടെ വേറൊരു സിനിമ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ പേര് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കും. കാരണം ദളപതിയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പുകളിൽ ഒന്നായിട്ടുള്ള വില്ലെന്ന് പറയുന്ന സിനിമയാണ് റിലീസ് ചെയ്യുന്നത്. ഈ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ചു, ഇത് ഉള്ളത് തന്നെയാണോ? കാരണം വില്ല് സിനിമയ്ക്ക് റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി റിലീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സിനിമ വല്ല പോക്കിരിയോ തിരുപ്പാച്ചിയോ ശിവകാശിയോ അങ്ങനെ ഏതെങ്കിലും സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ കാണാനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ വില്ലെന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് അവർ തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വില്ലെന്ന് പറഞ്ഞ സിനിമ ഞാൻ FDFS കണ്ട ആളാണ്. തൃശ്ശൂർ ജോസിലാണ് ഞാൻ ആ പടം കണ്ടത്. ഭയങ്കര ഹൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷനിൽ വന്ന സിനിമയായിരുന്നു. ആ സിനിമ നിലം തൊടാണ്ട് പൊളിയണതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം പോക്കിരിക്ക് ശേഷം പ്രഭുദേവ വിജയനെ നായകനാക്കി ചെയ്യുന്ന സിനിമ എന്നുള്ളൊരു ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പോക്കിരിക്ക് ശേഷം. ഇപ്പൊ പോക്കിരി സ്വന്തം സ്ക്രിപ്റ്റ് അല്ല, സ്വന്തം പ്രൊഡക്റ്റ് അല്ല പ്രഭുദേവയുടെ. അത് പൂരി ജഗന്നാഥ് ഡയറക്ട് ചെയ്ത സിനിമയായിരുന്നു. മഹേഷ് ബാബു നായകനായിട്ട് തെലുങ്കിൽ നല്ല കളക്ഷൻ കൂടിയ സിനിമ തന്നെയാണ് പോക്കിരി. ഇവിടേക്ക് തമിഴിൽ വന്നപ്പോൾ നല്ല കളക്ഷൻ നേടി. അപ്പൊ ആ പ്രഭുദേവ വീണ്ടും ദളപതിനെ വെച്ച് ചെയ്യുമ്പോൾ നല്ല എക്സ്പെക്ടേഷൻസ് അന്നുണ്ടായിരുന്നു. പക്ഷെ എക്സ്പെക്ടേഷൻസ് ഒന്നും മീറ്റ് ചെയ്യാണ്ട് അട്ടർ ഫ്ലോപ്പായി മാറിയ സിനിമയാണ് വില്ല്. എനിക്ക് തോന്നുന്നു പോക്കിരിക്ക് ശേഷം അവിടെ നിന്ന് കുറച്ച് കാലഘട്ടത്തിൽ ദളപതിക്ക് കുറച്ച് ഫ്ലോപ്സുകൾ ഉണ്ടായിരുന്നു. അഴകിയ തമിഴ് മകൻ, വില്ല്, കുരുവി, സുറ, 50 സിനിമകൾ ഫ്ലോപ്പായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിലുള്ള പടമാണ് വില്ല്. വില്ല് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പക്ഷെ വില്ലിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ നല്ല രസമുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ. അത് ആ ഇൻട്രൊഡക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലു അർജുന്റെ ഹീറോ ഉണ്ട്, നമ്മുടെ മലയാളത്തിലെ ഹീറോ, ദ റിയൽ ഹീറോ, ദേശമുദ്ര എന്ന് പറഞ്ഞ പടം, പൂരി ജഗന്നാഥിന്റെ തന്നെ. ആ പടത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് നമ്മുടെ വില്ലിൽ പ്രഭുദേവ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പടം ഭയങ്കര ഫ്ലോപ്പായി. നയൻതാരയായിരുന്നു. പാട്ടുകൾ ദേവിശ്രീ പ്രസാദിനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ഡിസാസ്റ്റർ ദുരന്തം തന്നെയായിരുന്നു വില്ല്. ആ സിനിമ എന്തിനാണ് ഇപ്പോൾ ഈ ബർത്ത്ഡേക്ക് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. നല്ല ഹിറ്റായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമയുടെ ഏതെങ്കിലും ചെയ്താൽ പറയാം. നേരത്തെ പറഞ്ഞ മാതിരി ശിവകാശിയോ അതല്ലെങ്കിൽ പോക്കിരിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി തിരുപ്പാച്ചിയോ അതൊക്കെ റിലീസ് ചെയ്യേണ്ടതിന് പകരം ജൂൺ 21 നമ്മുടെ വില്ല് റിലീസ് ചെയ്യാണ്. അതൊരു വില്ല് അന്ന് FDFS കാണാത്തവർക്ക് വേണമെങ്കിൽ പോയി കാണാം. എനിക്ക് തോന്നുന്നില്ല വലിയ രീതിയിലുള്ള ഒരു പ്രചാരം കിട്ടുന്നുള്ളത്. മേ ബി ദളപതി ആയതുകൊണ്ട് ആൾക്കാർ കാണും. പക്ഷെ വില്ലെന്ന് പറയുന്ന ഒരു സെലക്ഷൻ വളരെ മോശമായി പോയെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നണേ? ഒരു ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. കാരണം ഗില്ലിക്ക് കിട്ടിയിട്ടുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഗില്ലി ദളപതിയുടെ കരിയറിൽ ഭയങ്കരമായിട്ട് ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ സിനിമയാണ്. ആ സിനിമ ഒരു സെൻസേഷണൽ ഹിറ്റാണ്. വില്ല് അതിന്റെ അടുത്തേക്ക് മറ്റേ ആടും ആനയും എന്ന് പറയുന്ന പോലെയാണ്. ആട്ടുംകുട്ടിയാണ് വില്ല്. ഒരു കാരണവശാലും എനിക്കതിൽ പേഴ്സണലി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള തീരുമാനമാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ റിലീസാണ്, കിട്ടണ കാശ് കാണാ കാശ് ലാഭം കിട്ടുമെന്ന് പറഞ്ഞ പോലെ കിട്ടുന്ന കാശ് ലാഭം. പക്ഷെ ഈ 4K എടുക്കണേനും അതിനൊരു ചെലവൊക്കെ ഉണ്ടല്ലോ. സോ ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ. സത്യാന്ന് തോന്നുന്നത് ഒഫീഷ്യലായിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെതിരെ ഓൺലൈനിൽ തന്നെ ഒരുപാട് ദളപതി ഫാൻസ് ഇത് വേണ്ടായിരുന്നു എന്നുള്ള ഇത് പറയുന്നുണ്ട്. അപ്പൊ എന്തെന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ മാക്സിമം ടൈം കിട്ടുന്ന പോലെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.